ഇനി നമുക്ക് അടുത്ത പരിപാടി ഐലൻഡ് എക്സ്പ്ലോറേഷൻ ഉണ്ട്. അതിന് ആദ്യമേ തന്നെ ഒന്ന് കുളിക്കണം. കുളിച്ച് 2-3 ദിവസം ഡ്രസ്സൊക്കെ അലക്കാനുണ്ട്. അതൊക്കെ അലക്കി ഇവിടെ ഉണങ്ങാനൊക്കെ ഇഷ്ടം പോലെ. ഗാർമൂർ സത്രയിലേക്ക് നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം, വഴിയൊക്കെ നോക്കുക. നല്ല സൂപ്പർ സ്ഥലമാണ്, എനിക്കിവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. दीदी गारमूर सत्रा क्या बोला? गारमूर सत्रा हाँ जी इधर है। यही रोड पे है क्या? यही रोड पे जाते फिर इधर जाना, फिर राइट जाना है? राइट जाना। अच्छा, चैराली की तरफ जाना है क्या? हाँ, चैराली की तरफ। अच्छा, चैराली की तरफ जाना है. ओके ओके, थैंक यू. അങ്ങനെ നമ്മൾ ഗർമൂർ സത്രയിലെത്തിയിരിക്കുകയാണ്. വഴി കണ്ടുപിടിച്ച് ഇപ്പോൾ ഷൂസ് കാര്യങ്ങളൊന്നും അലൗഡല്ല. चलेगा ना? ये मंदिर है क्या? ये मंदिर. ओके, ये मंदिर. इधर फोटो नहीं? फोटो चलेगा? ओके ओके. कौन जगह अपने? हाँ जी, अपनी कौन जगह? कौन जगह? देश कौन जगह? कौन जगह? केरला. देखा हाँ, കേരള. ആ പുള്ളി എന്തൊക്കെയോ ഒന്ന് പറഞ്ഞു, ഒന്നും മനസ്സിലായില്ല. ഫുൾ ആസാമീസിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നതാണ് ഗർമൂർ സത്ര. 1656 ശ്രീ ജയഹരിദേവ എന്ന് പറഞ്ഞ ആളാണ് ഇത് സ്ഥാപിച്ചെന്ന് പറയുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞ് ശ്രീ പിതാംബരദേവ് എന്ന് പറഞ്ഞ ഒരാൾ. ഇത് 2 ഗർമൂർ, അതായത് 2 ഡെവിൾസ് എന്നാണ് ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. അവർ രണ്ടും ഒന്നായ ഒരു സത്രയാണിത് എന്നാണ് പറയപ്പെടുന്നത്. അടുത്ത് നമ്മൾ പോകുന്നത് കമലാബാരി സത്രയിലേക്കാണ്. അപ്പോൾ ഗർമൂർ സത്ര ഒത്രേ ഉള്ളൂ. BSFൻ്റെ 2 ആൾക്കാരെ കണ്ടിരുന്നു. ഒരാൾ കർണാടകത്തിൽ നിന്ന്, ഒരാൾ വിശാഖപട്ടണത്തിൽ നിന്ന്. ഒരു വെള്ളമൊക്കെ തന്ന് ഭയങ്കരമായിട്ട് കാര്യമായിട്ട് വരുത്തി വർത്താനമൊക്കെ പറപ്പിച്ചാണ് വിട്ടത്. എന്താണല്ലോ കമലാബാരി സത്ര. कमलाबारी 17 जाना है. 17 दोस्त. कमलाबारी 17 कैसे जाएगा? कमलाबारी कौन सा 17 जाएगा? जिधर मास्क वगैरह बनाता है. कमलाबारी एक ही 17 है ना? नहीं, हाँ बहुत है. ओके ओके ओके, बाय. 2 किलोमीटर. ओके. हाँ दादा, 17 कैसे आएंगे? ओके, थैंक यू दादा. ये 17 कहाँ पे है? 17 आगे. थैंक यू. ഇവിടെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ചെറിയ ബേസിക് റിക്വയർമെൻറ്റിൽ 150 രൂപ സംതിങ് ഇതിൽ റൂം കിട്ടും എന്നാണ് പറഞ്ഞത്. അടുത്ത തവണ ആട്ടെ ഇവിടെ വല്ല നിൽക്കാം. 2-3 ദിവസം വേണം. ഭാഷയാണ് പ്രശ്നം. നമുക്കൊന്ന് സ്ഥലം മാറിപ്പോയി. കമലാബാരി സത്രയല്ല, സാമുകുടി സത്രയിലാണ് പോട്ടറി മാസ്കൊക്കെ ഉള്ളത്. ഏതാണല്ലോ കമലാബാരി സത്രയിലേക്ക് നമുക്ക് പോവാം. ഉള്ളിൽ എന്താ ഉള്ളതെന്ന് അറിയണമല്ലോ.
ഇതിനൊക്കെ ഭയങ്കര വർഷം പഴക്കം ഉണ്ടാവുമല്ലോ. ഇവിടെ അധികം സംഭവമൊന്നുമില്ല, ഇത്ര സ്ഥലമുള്ളൂ. വലിയ ചെണ്ടയുണ്ട്, ഭയങ്കര വർഷം പഴക്കമുള്ള സംഭവമാണ് സത്ര. അപ്പോൾ നമ്മളോട് തിരക്കിയാണ്. ഇവിടെ വലിയ സെറ്റപ്പൊന്നുമില്ല. സാമുഗുഡി സത്രയിൽ നമുക്ക് പോവാം. গাড়ী গম পালি তাৰপিছত আঁতৰৰ পৰাই চা সিটো মাতি আনগে যা ठीक है दादा, हो जाएगा, देखते हैं. कैमरा देखी है ओके, ठीक है, धन्यवाद. അപ്പോൾ നമ്മൾ സാമുഗുരി സത്രയിൽ എത്തിയിരിക്കുകയാണ്. സാമുഗുരി സത്രേൻ്റെ മാസ് മേക്കിംഗ് സെൻറ്ററിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പം മാസ് മേക്കിംഗ് സെൻറ്ററിൽ എന്താണ്, ഇതാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ട് സംഭവം. അവിടെ എന്താണുള്ളത് നമുക്ക് നോക്കാം. ഇത് ഇവിടുത്തെ സ്റ്റുഡൻ്റാണ്. ये हमारा म्यूजियम है. अच्छा, ये म्यूज़ियम है? अभी तक कंप्लीट नहीं है. अच्छा, हाँ म्यूजियम थोड़ा सा कम बाकी है. हाँ हाँ हाँ. ये इतना बड़ा वगैरह बनाने के लिए कितना टाइम लगेगा ये सब ये बनाने? बड़ा वाला 1 महीना से 2 महीना तक लगता है. 2 महीना तक लगता है? ये ओहो, ये हाँ फर्श है. ये फर्श पे बैम्बू का है. हाँ हाँ. बैम्बू के ऊपर क्ले एंड कॉटन, ओके. फिर से मिट्टी और कपड़ा. हाँ, मिट्टी और कपड़ा. हाँ हाँ. ഓക്കെ ഓക്കെ ഓക്കെ. മണ്ണുകൊണ്ടും തുണി കൊണ്ടുമാണ് ഇവരുണ്ടാക്കുന്നത്. സ്മൂത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് തുണി വെക്കുകയാണ് അവർ മേലെ ചെയ്യുന്നത്. हमारा एक बड़ा सा फेस्टिवल है माजुली का रासलीला. हाँ ये जो नवंबर आया है ना, हाँ. नवंबर का 23 और 24, 25 ओके. उसी दिन में होगा. ये हमारा बड़ा फेस्टिवल है. ओके, सही है. हमने അപ്പോൾ സാമൂടി സത്രയിൽ 500 വർഷം പഴക്കമുള്ള ഒരു കൾച്ചറാണ് മാസ്ക് മേക്കിങ്. മാജുലിയിലെ തന്നെ വളരെ ഫേമസ് ആയ ഒരു സ്ഥലമാണിത്. ഇവരുടെ ഒരേ ഒരു ഫാമിലിയാണ് ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് മാസ്ക്. ഇതാണ് സാമുഗുഡി സത്ര എന്നാണ് പേര്. ഇതിനടുത്ത് ഇനിയൊരു വില്ലേജുണ്ട്, സൽമോറ. അവിടെയാണ് പോട്ടറി ഒക്കെ കളിപ്പാനും പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്. അവിടെ ഇപ്രാവശ്യം എന്താണല്ലോ മാജുലിയിലില്ല. അടുത്ത പ്രാവശ്യം മാജുലിയിൽ ഞാൻ എന്താണല്ലോ വരുമ്പോൾ സാമുഗുഡി സത്രയിലേക്ക് ചില സ്ഥലങ്ങൾ ബാക്കി വയ്ക്കണം, എന്നാലേ നമുക്ക് ഇനിയും വരാൻ തോന്നുള്ളൂ. আমি চিনি পাম জানো কওঁ
Bonde. Three whiskey. Give me pop. Sitaga. Ah. Take for our place. Ah. Nasi asyik punya upah dia. Thanks for you. Oh, thank you. Yes. സൂപ്പർ സൂപ്പർ. Diba. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് മാജുലിയിലാണ്. മാജുലിയിൽ ഞാനിപ്പം ദീപാനന്ദ് ഭായിൻ്റെ കൂടെയാണുള്ളത്. ദീപ് മൊയ്ന ദ്വാര. പുള്ളി ഭയങ്കര ഒരു ട്രക്കറാണ്. ഇവിടുത്തെ നോർത്ത് ഈസ്റ്റിലെ പല പല സ്ഥലങ്ങളിലും പോയി ട്രക്കിംഗ് ഒക്കെ ചെയ്യുന്നത്. ഞങ്ങളിങ്ങനെ കഥകൾ ഇങ്ങനെ ഷെയർ ചെയ്തിരിക്കുന്നു. ഓരോ ദിവസം നമ്മൾ ഓരോ ആൾക്കാരെ മീറ്റ് ചെയ്യുന്നത്. പുള്ളി ഭയങ്കര കോർപ്പറേറ്റ് ലൈഫ് ക്വിറ്റ് ചെയ്ത് ഇപ്പം ഇത് ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം പുള്ളീൻ്റെ പട്ടിയുണ്ട് പെക്കോ. അപ്പോൾ ഞങ്ങളിങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പം മാജുലി ഈസ് റിയലി ബ്യൂട്ടിഫുൾ. മാജുലിയിലെ കാര്യങ്ങൾ, മാജുലിൻ്റെ ഐലൻഡ്, മാജുലിയിലെ ആൾക്കാർ, ഞാനിന്ന് കുറേ ഉള്ളിലേക്കൊക്കെ പോയി കുറച്ച് ചുമ്മാ അതിലേക്കൂടെ ഇതിലേക്കൂടെ ഇറങ്ങി. അവിടുത്തെ ആൾക്കാർ ഇത്ര വെൽക്കമിങ് ആണ്, ഇത്ര ഫ്രീ ആണ്, ഇത്ര ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഇന്നത്തെ റൈഡ് അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഡിന്നർ കഴിച്ച് കിടന്നുറങ്ങാൻ പോകണം. അപ്പോൾ നിങ്ങൾ മാജുലിയിൽ വരുമ്പം ഓക്കെ ഗിഗ ഹോംസ് എന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ എത്താം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദീപാനന്ദ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അവിടെ ഒരു സൂപ്പർ സ്റ്റേ, നിങ്ങളെല്ലാം കൊതിപ്പിച്ച് രാവിലെ തന്നെ. അപ്പോൾ വീണ്ടും കൊതിപ്പിക്കുകയാണ്. നിങ്ങൾ നോർത്ത് ഈസ്റ്റിലേക്ക് വരുമ്പോൾ, മാജുലിയിലേക്ക് വരുമ്പോൾ ഇവിടെ വരൂ. ഈ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് 2-3 ദിവസം മാജുലിയിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ കാണാൻ സ്ഥലങ്ങളുണ്ട്. ഇന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു സംഭവം വിട്ടിട്ടുണ്ട് അടുത്ത തവണത്തേക്ക്. അപ്പോൾ 16-ാം ദിവസം എൻഡ് ചെയ്യാണ്. 17-ാം ദിവസം നാളെ. See you there. Pico. Oh, leech. Leech, huh? Oh, they have... Lego? Come outside.